മാറ്റല്ലേ പറയില്ലേ തെളിവെടുപ്പിനായി ഫ്ലാഷ് എടുത്തു കടലമ്മ കരഞ്ഞല്ല പെറ്റത്, കണ്ണീരവളല്ല കണ്ടത്, കടലമ്മ കരയല്ല കണ്ടത്. അപ്പോൾ ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് ഏകദേശം രൂപം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വേടൻ ഇപ്പം TV ചാനൽ തുറന്നു കഴിഞ്ഞാലും പത്രം നോക്കി കഴിഞ്ഞാലും വേടൻ തന്നെയാണ്, വേടൻ്റെ മുഖമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, കഞ്ചാവ് കേസിൽ ഫസ്റ്റ് വേടന അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ്. 5 ഗ്രാം കഞ്ചാവ് വേടൻ്റെയും സുഹൃത്തുക്കളെയും കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് എക്സൈസ്. അപ്പോൾ വേടനും 9 സുഹൃത്തുക്കളും ആയിട്ട് കൊച്ചിയിലെ ഫ്ലാറ്റിൽ നിന്നാണ് പിടിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് 1-2 കാര്യം എനിക്ക് പറയാനുണ്ട്. അപ്പോൾ 9.5 ലക്ഷം രൂപയും വേടൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അത് പ്രോഗ്രാമിൻ്റെ ക്യാഷാണെന്നാണ് വേടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പം കളിയൊന്ന് മാറിയിട്ടുണ്ട്. 5 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പില്ല, അതുകൊണ്ട് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ഇപ്പം വേടൻ്റെ കഴുത്തിൽ ഇതേപോലത്തെ ലോക്കറ്റ്, മാലിൻ്റെ മുകളിൽ വരുന്ന ലോക്കറ്റിൻ്റെ മുകളിൽ ഒരു പുലിപ്പല്ല് കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം വേടൻ ലോക്കാക്കിയിരിക്കുന്നത്. ഇത് ക്രിമിനൽ ഓഫൻസ് ആണ്. ഇത് കൈവശം വെക്കുന്നവർക്ക് 7 വർഷം വരെ തടവ് കിട്ടാനുള്ള ശിക്ഷയാണെന്നാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത്, ഈ ഒരു കേസിൽ എന്താ വെച്ചാൽ വനം വകുപ്പ് കേസെടുത്തത്. അപ്പം ഇത് മൊത്തത്തിൽ വേടനെ ആരോ ഭയക്കുന്നുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ വേടൻ്റെ പാട്ടുകളും വേടൻ്റെ രാഷ്ട്രീയത്തെയും ഒരുപാട് ആൾക്കാർ ഭയക്കുന്നുണ്ടെന്നാണ്. മൊത്തം ഇതുവരെ ഒരു സാധാരണക്കാരൻ ആയ വേടൻ, സാധാരണക്കാരൻ നിന്ന് ഉയർന്നു വന്ന വേടനെ മൊത്തം ഹൈപ്പ് കൊടുത്തിട്ട് ലോക്കാക്കി തന്നെ ഞാൻ പറയും. കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, എന്തായാലും വേടൻ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇപ്പം വേടന് ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഇവിടെ കൊന്നവർ തന്നെ വിലസിന് നടക്കുന്നുണ്ട്. ഇവിടെ തച്ച് കൊല്ലുന്നു, മയക്കുമരുന്ന് അടിച്ചിട്ട് പലരെയും തച്ച് കൊല്ലുന്നു, എന്നിട്ട് കൂളായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. വേടൻ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ ഇത്രയും ഹൈപ്പ് കൊടുക്കാൻ. ഈ ഒരു വേടന് ഈ പുലിപ്പൽ ആരോ സമ്മാനമായിട്ട് കൊടുത്താന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തെളിയിക്കട്ടെ. എന്തായാലും 1-2 ആഴ്ച കൊണ്ട് വേടൻ പുറത്തിറങ്ങും. ഫുൾ സപ്പോർട്ട് വേടാം കട്ടക്ക്. അപ്പോൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പം ഇവിടെ നടക്കുന്ന കേസുകൾ, പല ക്രിമിനൽ കേസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. പലരെയും തച്ച് കൊല്ലുന്നുണ്ട്, എന്നിട്ടും കൂളായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം വേടൻ ഇപ്പോൾ 5 ഗ്രാം കഞ്ചാവ് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ. സമൂഹത്തിൽ സിന്തറ്റിക് ലഹരിക്കെതിരെ വാദോരാതെ സംസാരിക്കുന്ന വേടൻ ഈ കഞ്ചാവ് ഒരു 5 ഗ്രാം ഉപയോഗിച്ചു പോയി. അത് ജാമ്യം കിട്ടുന്ന കേസുമാണ്. ഇപ്പം ആരോ ഗിഫ്റ്റ് കൊടുത്ത പുലിപ്പല്ലിൻ്റെ മുകളിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം കൂളായിട്ട് തന്നെ ഇറങ്ങി വരും. കാരണം ആരോ ഭയക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഭയക്കുന്നുണ്ട് വേടനെ. കാരണം വേടൻ്റെ പാട്ടുകളും അതേപോലെ വേടൻ്റെ രാഷ്ട്രീയത്തെയും ഒരുപാട് ആൾക്കാർ ഭയക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ കയ്യിലും മാലേൻ്റെ മുകളിലും 2 പുലിപ്പല്ലുണ്ടെന്നാണ് ഇന്നലെ അത് സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതും പുലിപ്പല്ലാണെങ്കിൽ ഇതേപോലത്തെ ശിക്ഷ, ഇതേപോലത്തെ ഓഫൻസ് ചാർത്തി കൊടുക്കണം. കേന്ദ്രമന്ത്രിക്ക് വേറൊരു നിയമം, വേടന് വേറൊരു നിയമം, സാധാരണക്കാരന് വേറൊരു നിയമം, അങ്ങനെയൊന്നുമില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. അത്രയും പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ സുരേഷ് ഗോപിക്കെതിരെയും കേസ് കൊടുക്കുക. ഓൾറെഡി കേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഇത് പുലിപ്പല്ലാണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഇതേപോലത്തെ ഓഫൻസ് സുരേഷ് ഗോപി സാറിന് കൊടുക്കും. നിയമമല്ലേ, നിയമം ഒരുപാടല്ലേ. അപ്പോൾ എന്തായാലും വേടാ പൊളിച്ച് ഇറങ്ങി വാ. നിൻ്റെ പുതിയ പാട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇന്നലെ 30-ാം തീയതി, ഇന്ന് പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ പാട്ട് നോക്കട്ടെ. എന്തായാലും ആ പാട്ട് എന്തായാലും 10 മില്യൺ നേരം അടിക്കുന്നുള്ള ഉറപ്പാണ്. അപ്പം നമ്മൾ കൂടെ ഉണ്ട്. ഇറങ്ങി വാ മുത്തേ, സപ്പോർട്ട്.